എല്ലാ കളറും ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി കളറുകളാണ് ഇതില്ലേ. അത്യാവശ്യം കുഞ്ഞുങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു ബാച്ചിൽ വിരിഞ്ഞാണ് കേട്ടോ. നല്ല അടിപൊളി കളറുകളാണ്. ഇതും ഇവിടുന്ന് പോയതാണ്. ഇത് വർഷം മുന്നേ പോയത് തന്നെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ സെറ്റ് എടുത്തവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എത്രണ്ണം വലുതായി എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ഇതായി കിട്ടും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇതിലൊക്കെ അടയിരുന്ന് വിരിഞ്ഞ തന്നെയാണ്. തനി നാടൻ കോഴി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഓരോ നാടൻ രീതികളൊക്കെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അടയിരിക്കണ തന്നെയാണോ? എല്ലാം അടയിരിക്കൂലേ? ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കിയെന്നാൽ അറിയാം അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ. എല്ലാം കുഞ്ഞുങ്ങളെല്ലാം അടയിരിക്കുന്ന കോഴിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇതൊക്കെ നല്ല വെറൈറ്റി കളറുകളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ്. അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കണ്ടില്ലേ, അതുപോലെ ഓരോ കറക്റ്റായിട്ടുള്ള രീതികളാണിത്. ഇതിലൊക്കെ ഉഷാറായിട്ട് ഉള്ളിൽ ഒതുക്കി നല്ലോണം നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. ഇത്ര തോനെ കുഞ്ഞുങ്ങൾ ഒരേ ബാച്ചിൽ വിരിഞ്ഞ് നമ്മൾ മുട്ട അട വെക്കുമ്പോൾ 14 മുട്ട വരെ വെക്കുന്നുണ്ട്. 13-14 മുട്ടയൊക്കെ വെക്കുന്നുണ്ട്. ചിലതിൽ ഫുള്ള് വിരിയും, ചിലത് 12, 13, 10, എന്തായാലും 10 എന്തായാലും വിരിയലുണ്ട്. ഇതല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് ഉള്ളിൽ അമ്മേൻ്റെ ചൂട് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ചിലർ ഈ കുഞ്ഞുങ്ങളിങ്ങനെ തലയും താത്തി കണ്ണും നിൽക്കണ കാണുമ്പോൾ എന്താ തൂക്കമുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അറിയാത്തവർ ചോദിക്കുന്നതാണ്. അത് അമ്മേൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസമൊക്കെ വീഡിയോ എടുക്കണേ വിരിഞ്ഞ്. അപ്പോൾ ഒരു കുറച്ച് സമയം പുറത്ത് നിന്നാലേ അമ്മേൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടി വരും, ചൂട് കിട്ടേണ്ടി വരും, എന്നാലേ ഒരു കറക്റ്റ് വളർന്ന് വരുള്ളൂ. നിങ്ങളൊക്കെ നല്ല ഉഷാറാണ്. എപ്പോഴും പറയുന്ന മാതിരി തന്നെയാണ്, നമ്മൾ ഫുള്ള് അയച്ചു വിട്ടിട്ടാണ് കോഴികളെ വളർത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഷെഡിൻ്റെ അടുത്തു നിന്നാണ് ഈ വീഡിയോ എടുത്തത്. ഷെഡിൻ്റെ വീഡിയോ ഒക്കെ ഒരു മാസം കൂടി കഴിഞ്ഞാൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഷെഡിൽ വൈകുന്നേരമായ ഫുള്ള് ഷെഡ് കയറ്റും. രാവിലെ ആയാലും ഷെഡ് കണ്ട് ഡോർ തുറന്നെടുക്കും. മൊത്തത്തിലാണ്ട് പുറത്ത് കണ്ട് പോകും. 200ഓളം കോഴികൾ പുറത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വിടാതെ വളർത്തുന്ന വേറെയുണ്ട്. ഓരോ 10-10 ഒക്കെ ആയിട്ടുള്ള ഒരു 5-6 ബാച്ച് വേറെ തന്നെ ഉണ്ട്. പുള്ളികളും ഓരോ ഐറ്റംസ് ആയിട്ടുള്ളത്. ഓരോ പിന്നെ പുറത്ത് വിടില്ല, മറ്റുള്ള എല്ലാം പുറത്ത് വിടും. മുട്ടയിടാൻ വേണ്ടി ഒരു ഷെഡിൻ്റെ ഉള്ളിൽ വരും, മുട്ടടും, പുറത്ത് പോകും. പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ അടായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അട വിരിഞ്ഞതിന് ശേഷം നമ്മൾ കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുക ചെയ്യാം. പുല്ലൊക്കെ തിന്ന് പുറത്തിങ്ങനെ ഓപ്പണായിട്ട് പോവുക ചെയ്യാം. നമ്മൾ വലട്ട് കെട്ടി വളർത്തുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളി നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഉണ്ടാവില്ലേ. കോഴികളൊക്കെ അങ്ങനെ ഉണ്ടാവുക. ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ വന്നവരൊന്നും ഇവിടുത്തെ ഫുള്ള് കോഴിനെ കണ്ടിട്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് പുല്ലും കാടായിട്ടുള്ള ഓരോ ഭാഗങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ഫുഡ് കൊടുത്ത് വിളിച്ചാൽ കുറേയൊക്കെ വരും. പിന്നെ വൈകുന്നേര സമയത്ത് വന്നാൽ ഏകദേശമൊക്കെ ഇവിടെ ഉണ്ടാവും. ഇത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ്. ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട് വീട്ടിലെത്തിക്കില്ല എന്ന് വെച്ചാൽ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പിന്നെ അവിടെ അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ 5-6 കിലോമീറ്ററുള്ളവരൊക്കെ ഇന്നും വിളിച്ചിട്ടുണ്ട്. എത്തിച്ചേരുമില്ല, ഡെലിവറി ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഡെലിവറി ഉണ്ട്, ഡെലിവറിക്ക് ചാർജും ഉണ്ട്. അപ്പോൾ അത് ലോങ് ഉള്ളവർക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ 300 രൂപയാണ് അവരെ ചാർജ് വരുന്നത്. അപ്പോൾ അടുത്തുള്ളവരൊക്കെ കയ്യിൽ നിന്ന് കൂടെ വന്നെടുക്കുക. നമ്മൾ ഷെഡ് കാണാം, എങ്ങനെ നോക്കിയെടുക്കണമെങ്കിൽ കൂടുതൽ 4-5 സെറ്റൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് നോക്കി അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ വീഡിയോ വിട്ടുതരും, അത് ഓക്കെ ആണെങ്കിൽ അത് അയച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ ഏതാണെങ്കിലും നമ്മൾ ആർക്കായാലും അയച്ചു കൊടുക്കുമ്പോൾ ഈ സെറ്റാണെങ്കിൽ ഈ വീഡിയോ ഉണ്ട് അയച്ചു കൊടുക്കും. ഓക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് ഇതേ സാധനം തന്നെയാണ് അവിടെ എത്തുക. അതുപോലെ അവിടെ എത്തുമ്പോൾ സാധനം മാറ്റം ഉണ്ടാവുമോ, കുഞ്ഞുങ്ങൾ മാറുമോ, ഇതന്നെയല്ലേ കിട്ടുക, കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, നമ്മൾ തട്ടിപ്പൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഏതാണോ വീഡിയോ അയക്കുന്നത് ആ സാധനം തന്നെ അവർക്ക് അവിടെ കിട്ടും. അപ്പോൾ വീഡിയോ വിട്ടുകൊടുത്ത് ഓക്കെ ആണെങ്കിൽ ക്യാഷ് ഇട്ടാൽ പിറ്റേന്നത്തെ വണ്ടിക്ക് തന്നെ നമ്മൾ കയറ്റി വിട്ട് കൊടുക്കും. രാവിലെ ഒരു 9 മണിക്ക് 9-9:30 സമയത്ത് ഇവിടെ വണ്ടി എത്തും, തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള. രാത്രി 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരുവനന്തപുരം വരെ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഓരോ സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് നേരത്തെ എത്തും. അതുപോലെയുള്ള അടയിരിക്കുന്ന കോഴിയും കുഞ്ഞുങ്ങളായിട്ടാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഗ്യാപ്പുകളിൽ നമ്മൾ പാരൻ സ്റ്റോക്കായിട്ട് വെച്ച പുള്ളികൾ, ലൈനേജ്, അങ്ങനെ ഐറ്റംസൊക്കെ അടായാലും ഓലെ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് കൊടുക്കുക ചെയ്യുക. ഒരു മാസമാക്കിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ആ പാരൻ സ്റ്റോക്കിന് നേരെ സെറ്റിലേക്ക് തന്നെ ഇടുക ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഒരു മാസമായ കുഞ്ഞുങ്ങൾ വരുന്നത്. പിന്നെ കൂടുതൽ സെറ്റുകൾ ഉണ്ടെങ്കിൽ ചില സമയത്തും
1 മാസമാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സെറ്റുകളാണ് കൊടുക്കുന്നത്. കാലിക്കറ്റ് രാമനാട്ടുകരയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക.